കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 റിവിഷൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ലാസ്സിന് റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻ്റഗ്രേഷൻ ആണ് കേട്ടോ. ഉദ്ഗ്രഥനം മലയാളമാണ്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. ഈ പക്ഷികളുടെ പേരൊന്ന് ആദ്യം പറയാവോ? ഈ പക്ഷികളുടെ പേരെന്താ? കാക്ക, തത്ത, പ്രാവ്, മൂങ്ങ, പൊന്മാൻ. ഓക്കെ, പക്ഷികളുടെ പേര് പറഞ്ഞേ. കാക്ക, തത്ത, പ്രാവ്, മൂങ്ങ, പൊന്മാൻ. ഇനിയും നിങ്ങൾക്ക് ഒത്തിരി പക്ഷികൾ അറിയാം അല്ലേ? ഈ പക്ഷികളുടെ തൂവലിനെല്ലാം ഒരേ നിറമാണോ? കാക്കയുടെ തൂവലിന്റെ നിറമാണോ തത്തയ്ക്ക്? അല്ല അല്ലേ. ഓരോ പക്ഷികൾക്കും തൂവലിന് ഓരോ നിറമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കണ്ടായിരുന്നോ? എങ്കിൽ നിങ്ങൾ ഈ പക്ഷികളുടെ തൂവലിന്റെ നിറം ഒന്ന് പറഞ്ഞേ. തൂവലിന്റെ നിറം എന്താ? കാക്കയുടെ നിറം എന്താ? കറുപ്പ്. വെരി ഗുഡ്. തത്തയുടെ തൂവലിന്റെ നിറം എന്താ? പച്ച. വെരി ഗുഡ്. പറവയുടെ അല്ലെങ്കിൽ പ്രാവിന്റെ തൂവലിന്റെ നിറം എന്താ? വെള്ള. ഓക്കെ. മൂങ്ങയുടേതോ? മൂങ്ങയുടെ തൂവലിന്റെ നിറം ഏതാ? തവിട്ട് നിറം അല്ലേ? തവിട്ട് നിറം. നിങ്ങൾ ബ്രൗൺ എന്ന് പഠിച്ചിട്ടില്ലേ? ചോക്ലേറ്റിന്റെ കളർ. യെസ്, ബ്രൗൺ, അതായത് തവിട്ട് നിറം. പൊന്മാനോ? നീല. പൊന്മാന്റെ തൂവലിന്റെ നിറം നീല. ഈ പക്ഷികളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, കാണാത്തവരുമുണ്ട്, കണ്ടിട്ടുള്ളവരുമുണ്ട്. ഈ പക്ഷികളുടെ തൂവലാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. കണ്ടായിരുന്നോ? അപ്പൊ തൂവലുകൾക്ക് നിറം തരൂ. തൂവലിന് നിറം തരൂ. കാക്കയുടെ തൂവൽ ദാ താഴെയുണ്ട്. ഏത് നിറം നിങ്ങൾ കൊടുക്കും? കാക്കയുടെ തൂവലിന് എന്ത് നിറമാ കൊടുക്കുക? കാക്കയുടെ നിറം കറുപ്പ്. അപ്പൊ കാക്കയുടെ തൂവലിന്റെ നിറം എന്താ? കറുപ്പ്. കറുപ്പ് നിറം കൊടുക്കണം. ഓക്കെ. തത്തയുടെ നിറം എന്താ? പച്ച. തത്തയുടെ തൂവലിന്റെ നിറം എന്തായിരിക്കും? പച്ച നിറം. അപ്പൊ തൂവലിനും പച്ച നിറം കൊടുക്കണം. പ്രാവ്. പ്രാവിന്റെ നിറം എന്താ? വെള്ള. വെള്ള നിറം അല്ലേ? പ്രാവിന്റെ നിറം വെള്ള. അപ്പോൾ തൂവലിന് ഏത് നിറം നൽകും? വെള്ള നിറം നൽകും. തൂവലിന് വെള്ള നിറം നൽകും. മൂങ്ങ. മൂങ്ങയുടെ നിറം തവിട്ട് നിറമാണല്ലേ? അപ്പോൾ മൂങ്ങയുടെ തൂവലിനോ തവിട്ട് നിറം നൽകും. പൊന്മാൻ. പൊന്മാന്റെ നിറം നീല. തൂവലിനും നീല നിറമായിരിക്കും. ഓക്കെ. അപ്പോൾ തൂവലിന് നിറം നൽകാനായിട്ട് ഉണ്ടാകും. പക്ഷികളുടെ തൂവലിന്റെ നിറം എന്ത്? പക്ഷികൾ നൽകിയിട്ടുണ്ടാവും. തൂവലിന് ശരിയായ നിറം നൽകണം. കാക്കയുടെ തൂവലിന് കറുപ്പ് നിറം. തത്തയുടെ തൂവലിന് പച്ച നിറം നൽകണം. പറവയുടെ പ്രാവിന്റെ തൂവലിന് വെള്ള നിറം. മൂങ്ങയുടെ തൂവലിന് തവിട്ട് നിറം. പൊന്മാന്റെ തൂവൽ നീല നിറം. ഓക്കെ, തെറ്റിക്കില്ലല്ലോ? തെറ്റിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദാ ഈ പക്ഷികൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിറം ചെയ്തുവല്ലോ, എന്റെ തൂവലേതാ? എന്റെ തൂവലേതാ? കാക്കയുടെ തൂവലേതാ? ദാ ഇവിടെ ഉണ്ടല്ലേ. എങ്ങനെ മനസ്സിലാക്കി? കാക്കയുടെ തൂവലിന് കറുപ്പ് നിറമാണ്. അപ്പോൾ വരച്ച് യോജിപ്പിക്കാനായിട്ട് അറിയാലോ.
ഒരു സ്ട്രെയിറ്റ് ലൈൻ, വളയാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ. തത്ത, തത്തയുടെ തൂവൽ ഏതാ? തത്ത ചോദിക്കുന്നു, എൻ്റെ തൂവൽ എവിടെ, എൻ്റെ തൂവൽ എവിടെ? തത്തയുടെ തൂവൽ ഏതാ? പച്ച നിറം. തത്തയുടെ തൂവലിന് പച്ച നിറം. പ്രാവ്, പ്രാവിന്റെ തൂവൽ ഏതാ? വെള്ള നിറം. പ്രാവിന്റെ തൂവലിന് വെള്ള നിറം. മൂങ്ങ, മൂങ്ങയുടെ തൂവലിനോ തവിട്ട് നിറം. പൊന്മാന്റെ തൂവൽ നീല നിറം. ഇപ്പൊ തൂവലിന്റെ നിറം നൽകാൻ ചോദിക്കും. യോജിപ്പിക്കാൻ ചോദിച്ചാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാലോ. നിറം എഴുതാൻ ചോദിച്ചാൽ അറിയാവോ? കറുപ്പ്, വെള്ള, പച്ച, നീല എഴുതാൻ അറിയാവോ? എഴുതാൻ പഠിക്കണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. കോഴി, കോഴി പൂവിന്റെ കൂട്ടുകാരാണോ? നോ. ഉറുമ്പ്, ഉറുമ്പ് യെസ്, ഉറുമ്പ് പൂവിന്റെ കൂട്ടുകാരാണ്. ഡക്ക്, താറാവ്, താറാവ് പൂവിന്റെ കൂട്ടുകാരാണോ? നോ. ഇതാരാണ്? തേൻകുരുവി. ഇതാരാ? തേൻകുരുവി. തേൻകുരുവി പൂവിന്റെ കൂട്ടുകാരനാണോ? അതെ. അപ്പോൾ എന്ത് ചെയ്യുക? വട്ടം വരയ്ക്കുക. പൂച്ച, പൂച്ച പൂവിന്റെ കൂട്ടുകാരാണോ? അല്ലേ? അല്ല, നോ. വവ്വാൽ, വവ്വാൽ പൂവിന്റെ കൂട്ടുകാരാണോ? അതെ. അപ്പോൾ വവ്വാലിന് ചുറ്റും വട്ടം വരയ്ക്കുക. ഇതാരാ? തേനീച്ച. തേനീച്ച പൂവിന്റെ കൂട്ടുകാരാണോ? അതെ, തേനീച്ചയും പൂവിന്റെ കൂട്ടുകാരാണ്. അപ്പോൾ പൂവിന്റെ കൂട്ടുകാർ ആരൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയേ? പൂമ്പാറ്റ, തേൻകുരുവി, ഉറുമ്പ്, വവ്വാൽ, തേനീച്ച, വണ്ട്. ഇതൊക്കെ എന്താ? പൂവിന്റെ കൂട്ടുകാരാണ് കേട്ടോ. പൂവിന്റെ കൂട്ടുകാരുടെ പേര് നമുക്ക് എഴുതിയാലോ? പൂമ്പാറ്റ. എന്താ? പൂമ്പാറ്റ. പൂമ്പാറ്റ, പൂമ്പാറ്റ. ഉറുമ്പ്, ഉറുമ്പ്. തേൻകുരുവി, തേൻകുരുവി. വവ്വാൽ, വവ്വാൽ. തേനീച്ച, തേനീച്ച. ഓക്കെ, ഇനി നമുക്ക് വണ്ട് എഴുതാം. വണ്ട്, വണ്ടും പൂവിന്റെ കൂട്ടുകാരാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ആരൊക്കെയാ? പൂമ്പാറ്റ, ഉറുമ്പ്, തേൻകുരുവി, വവ്വാൽ, തേനീച്ച. ഇവർ ആരാ? പൂവിന്റെ കൂട്ടുകാർ. ഇവർ ആരാണ്? പൂവിന്റെ കൂട്ടുകാർ. പൂവിൽ നിന്നും തേൻ നുകരാൻ വരുന്ന കൂട്ടുകാരാണ് കേട്ടോ. ഓക്കെ, പൂവിന്റെ കൂട്ടുകാരെ പഠിച്ചുവല്ലോ? പഠിച്ചു. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൂട്ടമാക്കുന്നതിനെ കുറിച്ചാണ്. അകത്തെത്ര, പുറത്തെത്ര, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. Put 4 mangoes in a circle. കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടാകും. അതിൽ നിങ്ങളോട് പറയും, ഇവിടെ നോക്കി, 4 mangoes, 4 മാങ്ങകൾ സർക്കിളിലാക്കൂ, ഒരു വട്ടത്തിനകത്താക്കൂ എന്ന് പറയും. എന്താ പറയാ? Put
4 mangoes in a circle. ചിലപ്പോൾ ഹാറ്റ് ആയിരിക്കാം, പെന്നായിരിക്കാം, ഏത് പിക്ചറാണോ നിങ്ങൾക്ക് നൽകുന്നത് ആ പിക്ചർ എത്ര എണ്ണമാണോ വട്ടത്തിനുള്ളിലാക്കേണ്ടത് അത് നോക്കി വട്ടത്തിനുള്ളിലാക്കുക. ഓക്കെ, ഇവിടെ മാംഗോസ് ആയതിനാൽ, മാങ്ങകളായതിനാൽ മാംഗോകളാണ് എന്ത് ചെയ്യേണ്ടത്, വട്ടത്തിനുള്ളിലാക്കേണ്ടത്. പുട്ട് 4 mangoes in a circle. 4 മാങ്ങകൾ ഒരു വട്ടത്തിനകത്താക്കൂ. അപ്പോൾ 4 മാങ്ങകൾ എങ്ങനെയാ വട്ടത്തിനകത്താക്കുക? 4 മാങ്ങ നിങ്ങൾ എന്ത് ചെയ്യുക, എണ്ണുക. 1 2 3 4. 4 ആയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് എണ്ണ കേട്ടോ. 1 2 3 4 അല്ലെങ്കിൽ 1 2 3 4. 1 2 3 4. ഓക്കെ, അപ്പോൾ 4 mangoes, 4 മാങ്ങകൾ എന്ത് ചെയ്യുക, നിങ്ങൾ എണ്ണിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊരു വട്ടത്തിനുള്ളിലാക്കുക. എന്ന് പറഞ്ഞാൽ ചുറ്റും എന്ത് ചെയ്യുക, ഒരു വട്ടം വരയ്ക്കുക. 4 മാങ്ങകൾ എന്ത് ചെയ്തു, വട്ടത്തിനുള്ളിലായി അല്ലേ? ബാക്കിയുള്ള മാങ്ങകളെല്ലാം അകത്താണോ പുറത്താണോ? പുറത്താണ്. വട്ടത്തിനകത്ത് 4 മാങ്ങകളുണ്ട്, ബാക്കിയുള്ള മാങ്ങകളെല്ലാം വട്ടത്തിന് പുറത്താണ്, സർക്കിളിന് പുറത്താണ്. അപ്പോൾ ചോദിക്കുന്നത് ഹൗ മെനി ആർ ഇൻസൈഡ്, അകത്ത് എത്ര? ഹൗ മെനി ആർ ഔട്ട്സൈഡ്, പുറത്ത് എത്ര? ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത്, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്. ഇൻസൈഡ് അകത്ത്, ഔട്ട്സൈഡ് പുറത്ത്. ഇനി നിങ്ങൾ പറഞ്ഞേ, നമ്മൾ തന്നെയാണ് വട്ടത്തിനുള്ളിൽ ആക്കേണ്ടതും ഇനി നമ്മൾ തന്നെയാണ് ഇൻസൈഡ് എത്ര ഔട്ട്സൈഡ് എത്ര എന്ന് കൗണ്ട് ചെയ്ത് എഴുതാനുള്ളതും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് മാംഗോസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എത്ര മാങ്ങകളാണ് വട്ടത്തിനുള്ളിലാക്കിയത്, സർക്കിളിനുള്ളിലാക്കിയത്? 4. 1 2 3 4. അപ്പോൾ അകത്ത് എത്രയാ? 4. അകത്ത് 4. ഹൗ മെനി ആർ ഔട്ട്സൈഡ്, പുറത്ത് എത്ര? 1 2 3 4 5 6. 1 2 3 4 5 6. പുറത്ത് എത്രയാ? 6. 6. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യാനായിട്ട് അറിയാലോ? ഓക്കെ, എന്നാൽ ടീച്ചർ അടുത്ത വർക്ക് തരാം, നിങ്ങൾ കറക്റ്റായിട്ട് പറയണേ. പുട്ട് 5 balls in a circle. 5 പന്തുകൾ ഒരു വട്ടത്തിനകത്താക്കൂ. 5 പന്തുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 പന്തുകൾ നിങ്ങൾ വട്ടത്തിനകത്താക്കിക്കോളൂ. എന്നിട്ട് അകത്ത് എത്ര, ഹൗ മെനി ആർ ഇൻസൈഡ്, പുറത്ത് എത്ര, ഹൗ മെനി ആർ ഔട്ട്സൈഡ് എന്ന് കറക്റ്റായിട്ട് പറയണേ. 5 balls ആണ്, 5 പന്തുകളാണ് നമ്മൾ കൂട്ടിലടയ്ക്കേണ്ടത്. വട്ടത്തിനുള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ അത് കൂട്ടിനകത്താക്കുക നമ്മൾ. ഓക്കെ, എന്നിട്ട് കൂട്ടിനകത്ത് എത്രയുണ്ട്, കൂട്ടിന് പുറത്ത് എത്രയുണ്ട്, അതുപോലെയാണ് ഇവിടെ നമ്മൾ വട്ടത്തിനുള്ളിലാക്കുകയാണ്. 5 balls വട്ടത്തിനുള്ളിലാക്കുന്നു. ആക്കിയോ? കറക്റ്റായിട്ട് ആക്കുക കേട്ടോ. എന്നിട്ട് ഇൻസൈഡ് എത്ര, ഔട്ട്സൈഡ് എത്ര, അകത്ത് എത്ര, പുറത്ത് എത്ര കണ്ടുപിടിച്ചേർന്നോ? ഓക്കെ, ഇനി ടീച്ചർ ആൻസർ പറയാം, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണേ. 5 balls ആണ് സർക്കിളിലാക്കേണ്ടത്, 5 പന്തുകൾ. 1 2 3 4 5. 5 balls. 1 2 3 4 5. കറക്റ്റായിട്ട് 5 പന്തുകൾ വട്ടത്തിനുള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹൗ മെനി ആർ ഇൻസൈഡ്, അകത്ത് എത്രയാ? 5. 5. ഇനി ഹൗ മെനി ആർ ഔട്ട്സൈഡ്, പുറത്ത് എത്ര? കൗണ്ട് ചെയ്തേ, എണ്ണി നോക്കിയേ. 1 2 3 4 5. 1 2 3 4 5. ഹൗ മെനി ആർ ഔട്ട്സൈഡ്? 5. 5. മനസ്സിലായോ? നിങ്ങൾ കറക്റ്റ് ആണോ? കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ? വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ട് 3 butterflies in a circle. പുട്ട് 3 butterflies in a circle. 3 പൂമ്പാറ്റകൾ ഒരു വട്ടത്തിനകത്താക്കണം. 3 പൂമ്പാറ്റകൾ ഒരു വട്ടത്തിനകത്താക്കൂ. 3 പൂമ്പാറ്റകൾ, 3 butterflies. വേഗത്തിൽ നിങ്ങൾ ഇൻസൈഡ് എത്ര, ഔട്ട്സൈഡ് എത്ര, അകത്ത് എത്ര, പുറത്ത് എത്ര എന്ന് കണ്ടുപിടിക്കുക കേട്ടോ.
കണ്ടുപിടിച്ചോ? ഓക്കെ, ടീച്ചറിന് ആൻസർ പറയാം. കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. 3 പൂമ്പാറ്റകൾ അല്ലേ? 3 ബട്ടർഫ്ലൈസ് ആണ് സർക്കിളിനുള്ളിൽ ആക്കാനുള്ളത്. 1 2 3 3 പൂമ്പാറ്റകൾ. 1 2 3 3 പൂമ്പാറ്റകൾ വട്ടത്തിനുള്ളിലാക്കി. അപ്പോൾ ഹൗ മെനി ആർ ഇൻസൈഡ്? 3. അകത്ത് എത്രയാ? 3. ഹൗ മെനി ആർ ഔട്ട്സൈഡ്? പുറത്ത് എത്ര? 1 2 3 4 5 6 7. 1 2 3 4 5 6 7. How many are outside? 7. പുറത്ത് എത്രയാ? 7. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.